അടുത്തിടെയാണ് ഇരുവർക്കും ഒരു പെൺകുഞ്ഞു കൂടി പിറന്നത്. ആത്മജ മഹാദേവ് എന്നൊരു മകൻ കൂടി ഇരുവർക്കുമുണ്ട്. ഗർഭകാല വിശേഷങ്ങളെല്ലാം ഇരുവരും തങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. താരദമ്പതികളുടെ ഫാമിലി വ്ലോഗുകൾക്കും കവർ സോങ്ങുകൾക്കുമാണ് ആരാധകർ ഏറെയും. വിവാഹശേഷമാണ് വിജയും ദേവികയും യൂട്യൂബിൽ സജീവമായത്. നെഗറ്റിവിറ്റിയും ട്രോളുകളും വിമർശനങ്ങളും അധികം ലഭിക്കാത്ത ദമ്പതികൾക്ക് ഏറ്റവും കൂടുതൽ വിമർശനം ലഭിച്ചത് ആദ്യത്തെ കുഞ്ഞിന് പേരിട്ടപ്പോഴായിരുന്നു. ആത്മജ മഹാദേവ് എന്ന പേര് കുഞ്ഞിന് ചേരുന്നില്ലെന്നും പെൺകുട്ടികളുടെ പേരായാണ് തോന്നുന്നതെന്നുമായിരുന്നു കമന്റുകൾ വന്നത്. കുഞ്ഞുണ്ടാകാൻ പോകുന്നുവെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെയൊരു പേരുണ്ട്, താങ്കൾക്ക് സമ്മതമാണോ എന്ന് മാഷ് ചോദിച്ചിരുന്നു. നമ്മൾ പരസ്പരം എടുത്ത തീരുമാനമായിരുന്നു. മോൻ്റെ പേരെങ്കിലും ഇത്രത്തോളം ചർച്ചയാകുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. കുഞ്ഞിൻ്റെ പേര് ട്രെൻഡിങ് ആക്കാൻ വേണ്ടി കണ്ടുപിടിച്ച പേരൊന്നുമല്ല, നമ്മൾ കുറേ കാലം ആലോചിച്ചെടുത്ത തീരുമാനമായിരുന്നു. കുട്ടിയാകുന്നതിന് മുൻപ് തന്നെ, വിവാഹത്തിന് മുൻപേ തന്നെ ഞാൻ എടുത്ത തീരുമാനമായിരുന്നു. എൻ്റെ സഹോദരിയുടെ കുഞ്ഞിന് ഞാൻ ഈ പേര് കൊടുത്തതാണ്. പക്ഷേ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ കാര്യത്തിൽ വന്നപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ദേവികയോടാണ്. ഞാൻ ചോദിച്ചു, പേരിട്ടു എന്നാണ് മകൻ ആത്മജ എന്ന പേരിട്ടതിന് പിന്നിലെ കാരണം വെളിപ്പെടുത്തി വിജയും ദേവികയും പറഞ്ഞത്. ഇരുവർക്കും പെൺകുഞ്ഞാണ് ഇപ്പോൾ പിറന്നിരിക്കുന്നത്. ഓം പരമാത്മ എന്നാണ് കുഞ്ഞിന് ഇരുവരും നൽകിയ പേര്. ആലോചിച്ച് കണ്ടുപിടിച്ച പേരല്ലെന്നും തൻ്റെ ചിന്തയിൽ വന്ന പേര് ഇടുകയായിരുന്നുവെന്നുമാണ് പേര് വെളിപ്പെടുത്തി വിജയ് പറഞ്ഞത്. എന്നാൽ മകൾക്ക് വിജയും ദേവികയും നൽകിയ പേര് ഇരുവരുടെയും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഭാവിയിൽ കുഞ്ഞിന് ഭാരമായി മാറുന്ന തരത്തിലുള്ള പേരുകൾ എന്തിനാണ് നൽകുന്നതെന്ന ചോദ്യമാണ് കമന്റ് ബോക്സിൽ ഏറെയും നിറഞ്ഞത്. ആത്മജ മഹാദേവ്, ഓം പരമാത്മ രണ്ടും യൂണീക്ക് നെയിംസ് ആണ്. പക്ഷെ കേൾക്കുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ആൺകുട്ടിയുടെ പേര് പെൺകുട്ടിക്കും പെൺകുട്ടിയുടെ പേര് ആൺകുട്ടിക്കും ഇടാമായിരുന്നു. സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ പേരുകൾ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് തോന്നുന്നു. വിചിത്രമായ ചിന്തയായിപ്പോയി വിജയുടേത്. നിങ്ങളുടെ പേരിടൽ ഭയങ്കരം തന്നെ. ആത്മജയായിരുന്നു ഇതിലും ഭേദം. പേര് കുട്ടികൾക്ക് ഭാരമാവരുത്. ആത്മജ, ഓം പരമാത്മ. ഇവർ വലുതാകുമ്പോൾ സന്യാസിനി ആയാൽ ഈ പേരുകൾ നന്നായി ചേരുന്നതാണ്. കുട്ടികൾ വളർന്നു വലുതാകുമ്പോൾ നിങ്ങളോട് ഉറപ്പായും ചോദിക്കും, ഞങ്ങളോട് ഇത് വേണമായിരുന്നോ എന്ന്. പേര് നല്ലതാണ്. ആത്മജ എന്നത് മോൾക്കും പരമാത്മ എന്നത് മോനും ഇടാമായിരുന്നു. പിന്നെ നിങ്ങളുടെ മക്കളുടെ പേര് നിങ്ങൾ തന്നെയാണ് ഇടേണ്ടത്. പക്ഷെ ഒരാളുടെ മാത്രം തീരുമാനമാകരുത്. ദേവികയ്ക്ക് ഇഷ്ടമുള്ള പേരും കൂടി നോക്കി സെലക്ട് ചെയ്യണം. മോൾക്ക് ദേവികയുടെ ഇഷ്ടത്തിന് ഇടാമായിരുന്നു. എന്തായാലും സ്കൂളിൽ ചേർക്കണ്ട. കുഞ്ഞുനാളിൽ തന്നെ കളിയാക്കലുകൾ സഹിക്കേണ്ടി വരും. വല്ല ഗുരുകുലങ്ങൾ ഉണ്ടെങ്കിൽ നോക്കി വെച്ചോളൂ എന്നിങ്ങനെയാണ് കമന്റുകൾ വന്നത്. പേര് കേട്ടപ്പോൾ തന്നെ ഇത് ആത്മജയ്ക്കും മുകളിൽ നിൽക്കുമെന്ന് ദേവിക പറഞ്ഞതായും മകളുടെ പേര് വെളിപ്പെടുത്തിയുള്ള വീഡിയോയിൽ വിജയ് പറഞ്ഞിരുന്നു. അതേസമയം ഒരു വിഭാഗം ആളുകൾ ഓം പരമാത്മ എന്ന പേര് ഇഷ്ടപ്പെട്ടു.